ഹലോ വെൽക്കം ടു റോസൂസ് ടേസ്റ്റി ഹൗസ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നോൻപൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാവർക്കും റമദാൻ്റെ ആശംസകൾ നേരുന്നു. അപ്പോൾ നോൻപ് തുറക്കുന്നതിന് മുന്നേ ആയിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തണ്ണിമത്തൻ്റെ ജ്യൂസുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പിന്നെ മലബാർ സൈഡിലേക്ക് ഇതിനെ വത്തക്ക എന്നാണ് പറയുന്നത്, വത്തക്കാവെള്ളം എന്ന് പറയും. അപ്പോൾ ഇത് ഞങ്ങളുടെ ഏരിയയിലൊക്കെ തണ്ണിമത്തൻ എന്നാണ് പറയുന്നത്. അപ്പം ഇതൊരു തണ്ണിമത്തൻ കൊണ്ടിട്ടുള്ള ഒരു പാൽ സർബത്താണിത്. ഭയങ്കര ടേസ്റ്റാണ്. ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പീസ് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട് ഇതേപോലെ. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ആക്കി എടുക്കണം. ഇതൊരിക്കലും മിക്സിയിലിട്ട് അടിക്കരുത് കേട്ടോ. മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇത് ഇടയ്ക്ക് നമുക്ക് കടിക്കാൻ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ചിലർക്ക് കുരു കളഞ്ഞ് ചിലർ കഴിക്കാറുണ്ട്, ചിലർ കുരു കളയാതെ കഴിക്കാറുണ്ട്. 2 രീതിയിലും എടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ കുരു കളഞ്ഞിട്ടില്ല. ഫോട്ടോ എടുക്കാനൊരു ഭംഗിക്ക് കുരു കളയാതിരിക്കുന്നതാണ് ഭംഗി. പിന്നെ ഞങ്ങളുടെ വീട്ടിലൊക്കെ കുരു കളയാതെ തന്നെയാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. കുരു ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊരു കുഴിവുള്ള ഇതേപോലുള്ള ഒരു തവി അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കാം കേട്ടോ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതേപോലൊരു തവി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് വരും. ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. ഇതിന് ശേഷം നമുക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പാൽ ഞാൻ തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ്. ഇതൊരു 1.25 ഗ്ലാസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1.25 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് പാൽ തിളപ്പിച്ചിരുന്നത് കേട്ടോ. പിന്നെ പച്ചപ്പാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ എനിക്കിവിടെ മോനൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് തണുത്ത പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് ശേഷമാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കാൻ പോകുന്നത്. അത് വേറെ ഒന്നുമല്ല, വാനില എസൻസ് ആണ്. വാനില എസൻസ് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എൻ്റെ വാനില എസൻസ് കഴിയാറായി. ഓക്കെ, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ വാനില എസൻസ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേകത, ശരിക്കും പറഞ്ഞാൽ ഒരു ഐസ്ക്രീം കഴിക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക്. ഈ ഐസ്ക്രീം ഒന്ന് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ടേസ്റ്റ് ഇല്ലേ, ആ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 20 മിനിറ്റ്. അതിന് ശേഷം നല്ല തണുപ്പോടുകൂടി കഴിക്കാനാണ് ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താം. അപ്പം നോൻപ് തുറ വിഭവമായിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. ഭയങ്കര ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അല്ല, നോൻപുള്ള ആൾക്കാർ മാത്രമല്ല, അല്ലാത്ത ആൾക്കാരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇപ്പം സമ്മർ സീസൺ അല്ലേ, അപ്പം വാട്ടർ മെലണൊക്കെ ഒത്തിരി അവൈലബിൾ ആണ് എല്ലായിടത്തും. അപ്പം എല്ലാവരുടെയും വീട്ടിൽ തന്നെ മേടിക്കുന്ന ഒരു സാധനം കൂടിയാണ്. പിന്നെ പാലും ഉണ്ടാവുമല്ലോ. അപ്പം ഈസി ആയിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാം. പിന്നെ വാനില എസൻസ് ഒരു ഓപ്ഷണൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ അത് ചേർത്ത് കൊടുത്താൽ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. അത് ചേർത്തൊന്ന് ഒരു ദിവസം ഉണ്ടാക്കി നോക്കും നിങ്ങൾ, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യണം. അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് എത്രയും പെട്ടെന്ന് വരാം. അപ്പം ടാറ്റാ, ബൈ ബൈ.